ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നേന്ത്രപ്പഴവും സേമിയൊക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല കിഡിലും ടേസ്റ്റാണ്, എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്യണേ. ഇനി നമുക്ക് റെസിപ്പി കാണാം. ഇതിനു വേണ്ടി ഞാനിവിടെ 4 പഴം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണ് കേട്ടോ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പഴുക്കണമെന്നൊന്നുമില്ല, നമുക്ക് ചെറുതായിട്ട് പഴുത്തിട്ടുള്ള പഴം വെച്ചിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ നമുക്കിത് വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ആവി കയറ്റിയിട്ടും പുഴുങ്ങിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മാഷറോ അല്ലെങ്കിൽ തവിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കുത്തി ഉടച്ചെടുത്താൽ മതി. ഞാനിവിടെ ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കട്ടെ. അപ്പോൾ ഇവിടെ ഞാനിത് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതിനു വേണ്ടി ഞാനിവിടെ പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് നമുക്ക് ഈ ഒരു സേമിയ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് 1/2 കപ്പ് സേമിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഈ ഒരു സേമിയ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ പായസത്തിലേക്ക് തയ്യാറാക്കിയെടുക്കുന്ന പോലെ ഒരുപാട് വറുത്തെടുക്കൊന്നും വേണ്ട. ഈ ഒരു സേമിയം ഒന്ന് നെയ്യിൽ കടന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് സേമിയത്തിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിളച്ച് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ സേമിയം കറക്റ്റായിട്ട് കുക്കായി കിട്ടും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സേമിയത്തിലേക്കുള്ള മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് തിളച്ച് ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറുമ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നെയ്യിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഓയിൽ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് ചൂടാക്കിയെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തേങ്ങയിലേക്കുള്ള മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഴം നല്ല മധുരമുള്ളതാണ്, അതുകൊണ്ട് 2 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ സേമിയത്തിലേക്ക് ഒരു 1.5 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഈ ഒരു നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഈ ഒരു തേങ്ങ ഒന്ന് ബ്രൗൺ നിറം ആവുന്നവരെയൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം വേണം കേട്ടോ സേമിയം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു സേമിയം നമ്മൾ കൈവച്ച് കുറച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് സേമിയം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ഈ ഒരു തേങ്ങാക്കൂട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സേമിയയും തേങ്ങാക്കൂട്ടൊക്കെ നല്ലപോലെ മിക്സായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യം നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പഴം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഈ ഒരു പഴം സേമിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു തേങ്ങാക്കൂട്ടിൻ്റെ ചൂട് നന്നായിട്ട് ആറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതൊരു കുപ്പിയുടെ മൂടിയിലേക്ക് നിറച്ച് കൊടുത്തിട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ ബോളാക്കിയിട്ട് പരത്തിയിട്ട് കട്ട്ലേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ മുഴുവനായിട്ടും ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മളിതെല്ലാം വേവിച്ചെടുത്തതാണ്. ഇനി ഞാനിതിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ ഒരു മുട്ടയിലൊന്ന് മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ
കട്ട്ലേറ്റും അതുപോലുള്ള സ്നാക്സൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന പോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ഇതുപോലെ തന്നെ കലക്കിയിട്ട് മുട്ടയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ മുഴുവനായിട്ടും ഇതുപോലെ മുട്ടയിൽ മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ 2 വശവും ബ്രൗൺ നിറമാവുന്നവരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നല്ല കിഡിലൻ ടേസ്റ്റുള്ളൊരു പലഹാരമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉൾഭാഗം നല്ല സോഫ്റ്റാണ്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് ഫ്രൈ ചെയ്ത ഉടനെ തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യത്തേത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ഈ ഒരു റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്